നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാനും റീൽസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാമറയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു വ്ളോഗ്. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് ഒരു ക്യാമറ വാങ്ങും, നിക്കോണോ അല്ലെങ്കിൽ കനോണോ അല്ലെങ്കിൽ സോണിയോ ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല ഒരു ലക്ഷത്തിന് താഴെ വരുന്ന ക്യാമറകളാണ് നല്ല അടിപൊളി ക്യാമറകളൊക്കെ വരുന്നത്. പിന്നെ നോർമലി ബിഗിനേഴ്സിന് വരുന്ന ചെറിയ ചെറിയ ക്യാമറകളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ മേടിച്ചാൽ പോലും നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്ക് മേടിക്കണം, പിന്നെ അതുപോലെ ട്രിപ്പോഡ് മേടിക്കണം, പിന്നെ നല്ല കൈ കൊണ്ടു നടക്കാനായിട്ട് ഒരു ജിമ്പൽ മേടിക്കണം. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പൗച്ച് ഉണ്ടോ, ഈ പൗച്ചിലാണ് ക്യാമറ വരുന്നത്. ആക്ച്വലി ഞാൻ ഈ ക്യാമറ മേടിച്ചിട്ട് ഒരു 4-5 മാസത്തോളമായി. സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഈ ക്യാമറയിലാണ്. ക്യാമറ ഏതാണെന്നല്ലേ, DJയുടെ ഓസ്മോ പോക്കറ്റ് 3. ഞാനിത് എടുത്തിട്ട് ഏകദേശം 5 മാസത്തോളമായി. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ എന്തൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ക്യാമറ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കമ്പനി തരുന്നുണ്ട്. അതിൽ നമ്പർ 1, നിങ്ങൾ ക്യാമറ സിംഗിളായിട്ട് മേടിക്കാം. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഹാൻഡിലും പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കേസും വരുന്നുണ്ട്. അത്ര മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ചെറിയ പ്രൈസ് റേഞ്ചിൽ വാങ്ങാം. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ ക്രിയേറ്റർ കോംബോ ആയിട്ട് വാങ്ങാം. ആ ക്രിയേറ്റർ കോംബോയിൽ എന്തൊക്കെ വരുന്നല്ലേ, അതാണ് ഈ പൗച്ചിലുള്ളത്. അപ്പോൾ ഈ പൗച്ചിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഈ പൗച്ച് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത്, ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതാണ്, അൺബോക്സിങ് ചെയ്തതാണ്, ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊട്ടക്റ്റീവ് കേസ്, ഇതാണ് പ്രൊട്ടക്റ്റീവ് കേസ് വരുന്നത്. കണ്ടോ, ഇതിൽ ഈ പ്രൊട്ടക്റ്റീവ് കേസിനകത്ത് നമുക്ക് ഇവിടെ മുകളിൽ നമുക്ക് ഒരു വൈഡ് ആംഗിൾ ലെൻസ് വെക്കാനുള്ള മാഗ്നറ്റ്, അത് വൈഡ് ആംഗിൾ ലെൻസ് മാഗ്നറ്റിലാണ് വരിക, അതിവിടെ മുകളിൽ വെക്കാം. പിന്നെ അടിയിൽ നമുക്ക് മൈക്കിൻ്റെ ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്, അതും വെക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറ എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ക്യാമറ ഹാൻഡിൽ വരുന്നത്. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടു, ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഇവിടെ ഒരു നമുക്ക് സീൻ്റെ മെയിൽ കണക്ടർ വരുന്നുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ലോക്കഡായി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചാലൊന്നും പോരില്ല. ജസ്റ്റ് നമുക്കൊരു ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. ഇത്രയുമുള്ള ക്യാമറയെ ശരിക്കും ക്യാമറ ഈ ഒരു നീളമേ വരുന്നുള്ളൂ. ഈ നീളത്തിനപ്പുറം നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നീളം കൂട്ടാനായിട്ടാണ് ഈ ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം കണ്ടില്ലേ, പ്രൊട്ടക്റ്റീവ് കേസ്, ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ക്യാമറ നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വെക്കാൻ, ഇത് ഫുള്ള് ജസ്റ്റ് മോട്ടോർ സിസ്റ്റമാണ് വരുന്നത് മെക്കാനിക്കലായിട്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ, ഇങ്ങനെ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. കാരണം ചിലപ്പോൾ അത് ഡാമേജ് ആയി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് കേസിനകത്ത് നമുക്കിതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഈ ഒരു സാധനം കേട്ടോ, ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കാൻ പറ്റും. അതുപോലെ കമ്പനി നമുക്ക് ക്രിയേറ്റർ കോംബോ എടുക്കുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ട്രിപ്പോഡ് തരുന്നുണ്ട്. ഈ ട്രിപ്പോഡ് നമ്മൾ ക്യാമറയുടെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സർഫേസിൽ വെച്ചിട്ട് ഇതുപോലെ ആണോ, ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. പിന്നെ വരുന്നത് ഒരു എക്സ്ട്രാ ബാറ്ററി വിത്ത് ഹാൻഡിലാണ് വരുന്നത്. ഇത് ഓൾറെഡി നമുക്ക് ഈ ക്യാമറയിൽ ഒരു 100-160 വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും 4K. അത് കൂടാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി വിത്ത് ഹാൻഡിൽ വിത്ത് പവർ ബാങ്കും കൂടിയാണ് കേട്ടോ. അത് പവർ ബാങ്ക് ആയിട്ടും കൂടി വർക്ക് ചെയ്യും. നമുക്ക് ജസ്റ്റ് ക്യാമറയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാർജ് ആവും. അറ്റ ടൈമിൽ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. ആ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അത് ചാർജ് ആയിക്കൊണ്ടിരിക്കും, പവർ ബാങ്ക് പോലെ. അപ്പോൾ അത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഊരുക, പിന്നെ നമുക്ക് വേറെ ചാർജിലിട്ട് വെക്കാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണൽ വരുന്നത് ഒരു C-to-C കേബിൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചുള്ള കേട്ടോ. C-to-C അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഒരു പ്രോപ്പർ അല്ലാത്ത രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ C-to-C കേബിൾ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഇങ്ങനെ ക്യാമറയിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി വൈഡ്നെസ് കൂടുന്ന കമ്പനി പറയുന്നത് ചെറിയ രീതിയിൽ കൂടുന്നുള്ളൂ കേട്ടോ, വല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഊരിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, വെച്ച് കഴിഞ്ഞാൽ
ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, ഇത് ഡി ജിയുടെ ഒരു മാഗ്നറ്റാണ്, ഡി ജിൻ്റെ ലാബിൽ വെച്ചൊരു മാഗ്നറ്റാണ്. ഇത് വേറെ സാധനം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മൈക്കാട്ടോ, ഡി ജിയുടെ മൈക്ക് 2 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് മൈക്ക് പുറത്തേക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ മാഗ്നറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അത് എങ്ങനെ വെക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ നമ്മളെ ഷർട്ടിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, നമുക്ക് ഈ മാഗ്നറ്റ് മാത്രമേ വെളിയിൽ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. കാരണം ക്യാമറയിൽ തന്നെ നമുക്ക് അഡീഷണൽ റിസീവർ വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് DJI Osmo Pocket 3യുടെ ഇംപ്രസീവ് ആയിട്ടുള്ള ചില ഫംഗ്ഷനുകളെ കുറിച്ചാണ് കേട്ടോ. അതിലാദ്യം തന്നെ ഓണും ഓഫും ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ജസ്റ്റ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു പവർ ബട്ടൺ അല്ലേ, ഈ പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രസ് ചെയ്താൽ മതി, ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ ഒരു 3 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവും. ഇനി അത് മാത്രമല്ല കേട്ടോ കമ്പനി കൊടുത്തിട്ടുള്ളത്, ആ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, വളരെ ഇമ്പ്രസീവായിട്ട് കമ്പനി വേറൊരു ഫംഗ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ കാണുന്ന സ്ക്രീനില്ലേ, ഈ സ്ക്രീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവും. പിന്നെ അതുപോലെ ജസ്റ്റ് ഈ സ്ക്രീൻ ഓപ്പോസിറ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇങ്ങനൊരു ഫംഗ്ഷൻ കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് 2 രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ക്രിയേറ്റീവ് കോംബോ എടുക്കുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ കാണുന്ന ക്യാമറയിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്യാമറയാണ്, യൂസ് ചെയ്യാൻ പറ്റിയ ക്യാമറയാണ് വ്ളോഗ് ചെയ്യാനും പിന്നെ അതുപോലെ റീൽ എടുക്കാനൊക്കെ. വ്ളോഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ലാൻഡ്സ്കേപ്പായി. നിങ്ങൾക്ക് വ്ളോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാം. ഇനി നിങ്ങൾക്ക് വ്ളോഗ് വേണ്ട, റീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായി സ്ക്രീന് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിൽ റീലുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആരുടെയും ഒരു സഹായം വേണ്ട. ഇതുപോലെ ഒരു ട്രിപ്പോഡും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്കിതിൽ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത്, പോർട്രേറ്റിൽ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് 3K ആണ് റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നത് 180p ആണ്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് 2.7K വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേപ്പിൽ വരുന്ന ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ വരുന്നത് 4K ആണ്. 4Kയിൽ നമുക്ക് 60 FPS വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഏറ്റവും കുറവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 180p വരുന്നുണ്ട്. 2.7K മിഡിലിൽ വരുന്നുണ്ട്. FPS നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഒരു ക്രിയേറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഇത് ഈ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു ബട്ടൺ കണ്ടോ, ഇതിൽ ഈ ജോയ്സ്റ്റിക്കിൽ തന്നെ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട് ഇൻബിൽട്ട് ആയിട്ട്. പിന്നെ അതുപോലെ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജോയ്സ്റ്റിക്കിൽ ഒരു 3 പ്രാവശ്യം ജസ്റ്റ് 3 പ്രാവശ്യം അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 ക്യാമറ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയും. നമുക്ക് വേറൊരാളെ സഹായം ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വേറൊരാളെ ആവശ്യം പോലില്ല. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാനായിട്ട് ജസ്റ്റ് 3 പ്രാവശ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനും പിന്നെ അതുപോലെ റീൽ എടുക്കാനൊക്കെ ഒരുപാട് ഉപകാരമാണ്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫേസിലേക്കാണ് തിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഫേസ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും, എനിക്ക് സുഖമായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ഉണ്ട് ഇതിൽ. നിങ്ങൾ ഫേസ് സെലക്ട് ചെയ്തു, ഫേസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് ആ ഭാഗത്തേക്ക് ക്യാമറ തിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ഉണ്ട്, ഫേസ് ട്രാക്കിംഗ് ഉണ്ട്. ഞാൻ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ക്യാമറ എൻ്റെ കൂടെ പോരും എന്നുള്ളതാണ്. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ക്യാമറയും ഒപ്പം ചാടട്ടെ എന്ന് പറഞ്ഞ പോലെ ക്യാമറ ഏത് ഭാഗത്തേക്കും തിരിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് അടിപൊളിയല്ലേ. ക്രിയേറ്റർ കോംബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് ആണെന്ന് മാത്രം. പിന്നെ അതുപോലെ ഇനി ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് വേണ്ട, ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഓഫായി. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ ഫോട്ടോ മോഡ് ഉണ്ട്, പിന്നെ അതുപോലെ പനോരമിക് മോഡ് ഉണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സെറ്റിങ്സിലേക്ക് കിടക്കുന്നില്ല. പിന്നെ വീഡിയോ ഉണ്ട്, പിന്നെ അതുപോലെ ലോ ലൈറ്റ് മോഡ് ഉണ്ട്. ഈ ലോ ലൈറ്റ് മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ശരിക്കും വരുന്നില്ല. കാരണം രാത്രിയിലൊക്കെ സാധാ വീഡിയോയിൽ നോർമൽ വീഡിയോയിൽ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലോ ലൈറ്റ് ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്കിതൊരു തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ ലോ ലൈറ്റിൽ ഫങ്ഷൻ ചെയ്യുന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോ ലൈറ്റിൽ എത്രത്തോളം, ഞാൻ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ്, ലോ ലൈറ്റിൽ എത്രത്തോളം ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്. പിന്നെ അതുപോലെ ഇതിൽ ലോ ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോ മോഷൻ മോഡ് ഉണ്ട്. പിന്നെ നിങ്ങൾ കറക്റ്റ് കാണുന്നില്ലെന്ന് എനിക്കറിയില്ല. സ്ലോ മോഷൻ മോഡ് ഉണ്ട്. പിന്നെ അതേപോലെ ടൈം ലാപ്സ് മോഡ് ഉണ്ട്. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ലോ മോഷനിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സെറ്റിങ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത്രയും ഓപ്ഷൻസാണ് ഇതിലുള്ളത്. നമുക്കിവിടെ മുകളിൽ SD കാർഡിലെ സ്റ്റോറേജ് കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി ഹെൽത്ത് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതുപോലെ നേരത്തെ പറഞ്ഞു ക്യാമറ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് ഒരു ജോയ്സ്റ്റിക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആ ജോയ്സ്റ്റിക്ക് കൂടാണ്ട് നമുക്ക് സ്ക്രീനിലുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഫംഗ്ഷൻ. ഈ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ട് തിരും. ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ബാക്കോട്ട് തിരും. അതിനുള്ള ഫംഗ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽസ് നമുക്ക് കാണാൻ പറ്റും. അതിന്നിങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫയൽ മാത്രമേ ഇതിലുള്ളൂ, അതാണ് സ്വൈപ്പ് ചെയ്തിട്ടാവാത്തത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോ സെറ്റിങ്സ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രോ സെറ്റിങ്സ് ആണ്. കൂടുതൽ സെറ്റിങ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രോ സെറ്റിങ്സ് ആണ് അത് മൊത്തം. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സെറ്റിങ്സും ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാക്കിങ്, ജിംബലിൻ്റെ സെറ്റിങ്സ്, പിന്നെ അതുപോലെ മോഷൻ ട്രാക്കിങ്, പിന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സ് വരുന്നുണ്ട്. സെറ്റിങ്സിൽ തന്നെ വയർലെസ് മിക്ക്, പിന്നെ അതുപോലെ ജിംബലിൻ്റെ സെറ്റിങ്സ്, റൊട്ടേറ്റ് സ്ക്രീൻ, വിയർബിൾ മോഡ്, സ്ലൈഡർ കൺട്രോൾ, സെൽഫി ഫ്ലിപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്യാമറ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റർ കോംബോ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ. മൈക്ക് ഉണ്ട്, പിന്നെ ചെറിയ ട്രിപ്പോഡ് ഉണ്ട്, എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാനിതാ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് DJIയുടെ ഓസ്മോ പോക്കറ്റ് 3യിലാണ്. എൻ്റെ അടുത്ത് മൈക്ക് ഉണ്ട്. ഈ മൈക്ക് ഞാനിപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടില്ല. ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെ നോക്കാം. ഈ മൈക്കയിൽ നമ്മൾ ഇതവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മൈക്ക നമുക്ക് കണക്റ്റഡായി. കണ്ടോ, ഇതിൽ നമുക്ക് ജസ്റ്റ് DJI ഓസ്മോ ബാറ്ററി ലെവൽ 100% എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആക്റ്റീവ് ക്യാൻസലേഷൻ ജസ്റ്റ് ഇതേ ഈ പവർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പച്ച ലൈറ്റ് കത്തും. ഈ പച്ച ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ആക്റ്റീവ് നോയ്സലേഷനായി. അപ്പോൾ നമുക്ക് എത്ര അങ്ങനെ എന്നാലും കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ വോയിസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ വോയിസ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് DJI Mic 2ലാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ വിൻഷീൽഡ് വെച്ചിട്ടുണ്ട്. ചെറിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റിൻ്റെ സൗണ്ടൊന്നും അറിയില്ല. പിന്നെ ഈ മൈക്കിൻ്റെ റിസീവർ വന്നിട്ട് ക്യാമറക്കകത്ത്, അതായത് DJI ഓസ്മോ പോക്കറ്റ് 3കകത്ത് റിസീവർ ഇൻബിൽട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് കാരണം നമുക്ക് വേറെ റിസീവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുണ്ടോ, എൻ്റെ മൊബൈലിലുള്ള റിസീവർ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൈക്ക് ഇതെവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ട് മൈക്ക്. അപ്പോൾ അതിലും ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിൻ്റെ സൗണ്ട്. പിന്നെ ആൻറ്റി ഷേക്കിംഗ് ആണ്. നമുക്ക് എന്താ പറയുക, ജിംബൽ വരുന്നുണ്ട്. ഇല്ല, അതിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ജിംബൽ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടി കാണിച്ചു തരാം. ഇതല്ലാണ്ട് ഷെയ്ക്ക് ചെയ്യുന്നില്ല, അധികം ഷെയ്ക്ക് ചെയ്യുന്നില്ല. ഐഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഷെയ്ക്ക് ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്റ്റെബിലൈസറാണ്. അപ്പോൾ അത്രയൊക്കെയാണ് DJI ഓസ്മോ പോക്കറ്റ് 3നെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പൂർണ്ണമായും DJI ഓസ്മോ പോക്കറ്റ് 3യിലാണ്. ഇതിൻ്റെ ക്ലാരിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൺടച്ച്ഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. യാതൊരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് കണ്ട ഭാഗങ്ങളിൽ ഞാൻ ചെറിയൊരു എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിൽ ഞാൻ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4K 60 FPS അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് നമുക്കൊരു 100-160 വരെയൊക്കെ നമുക്ക് ബാറ്ററി കിട്ടും. പിന്നെ ഈ ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്കൊരു ബാറ്ററി ഹാൻഡിൽ തന്നിട്ടുണ്ട്. ആ ബാറ്ററി ഹാൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യാൻ. അത് ബാറ്ററി ഹാൻഡിൽ മാത്രമല്ല, ബാറ്ററി ഹാൻഡിൽ വിത്ത് പവർ ബാങ്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ആ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ആ ബാറ്ററി ഊരി വെച്ചിട്ട് നമുക്കത് വേറെ ചാർജ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ ഇത് രണ്ടിലെയും ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളൊരു പവർ ബാങ്ക് ഒപ്പം കൊണ്ടടക്കാം. ഒരു പവർ ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 15 മിനിറ്റ് കൊണ്ട് വളരെ സ്പീഡപ്പായിട്ട് ഫാസ്റ്റ് ചാർജാണ്. എക്സ്ട്രാ ബാറ്ററി പാക്ക് ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചാർജ് ആവും. അപ്പോൾ ഇത് ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയില്ല, പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. ഏകദേശമൊക്കെ ബഡ്ജറ്റ് വലിയ ക്യാമറ വെച്ചൊക്കെ നോക്കുമ്പോൾ, പിന്നെ നിങ്ങളൊരു മൈക്ക അല്ലെങ്കിൽ ജിമ്പിലൊക്കെ മേടിക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. പക്ഷേ വലിയ ഉപകാരമാണ്. ക്രിയേറ്റർ കോംബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇതുകൊണ്ട് നടക്കും. മൈക്കുണ്ട്, ഇൻബിൽറ്റ് ജിമ്പിലുണ്ട്, പിന്നെ അതുപോലെ ആൻറ്റി ഷെയ്ക്കിംഗ് ആണ്, നമുക്ക് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് സെയിം വീഡിയോ പോർട്രേറ്റ് മോഡിലാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് റീൽസൊക്കെ നിങ്ങൾക്ക് 3Kയിലിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. റീൽസ് ഷൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോർട്രേറ്റ് മോഡിലാണ്. പിന്നെ അതുപോലെ നമുക്ക് ക്യാമറ നേരെ ഓപ്പോസിറ്റുള്ള ആളുടെ മുഖത്തേക്ക് തിരിക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ക്യാമറ ഓപ്പോസിറ്റേക്ക് തിരിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ തിരിക്കാനായിട്ട് പിന്നെ അതുപോലെ 3 പ്രാവശ്യം നമ്മൾ ജോയ്സ്റ്റിക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് DJI Osmo Pocket 3യുടെ റിവ്യൂ വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ഗുഡ് ബൈ.